ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്യൂസ്ഡേ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതേ രാവിലെ തന്നെ ഞാൻ പതിവ് പോലെ 6 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഒരു ദിവസം എങ്ങനെ പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെക്കേഷന് നമ്മൾ വീട്ടമ്മമാർ എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് ആവേണ്ടത് എന്നതിനെ കുറിച്ചാണല്ലോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേരാണ് നല്ല നല്ല കമൻറ്റ്സ് അറിയിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നില്ല നമ്മുടെ വീഡിയോസ്. അപ്പോൾ ഒരു ലൈക്കും കൂടി തന്നേക്കണേ. അപ്പോൾ ലൈക്കൊക്കെ ചെയ്യുമ്പോഴാണ് ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ എത്തുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞ് ഹൈപ്പ് ബട്ടൺ വരും. കമൻറ്റ് ബോക്സിലാണ് വരുന്നത് കേട്ടോ, ഹൈപ്പ് ബട്ടൺ. അപ്പോൾ ആ ഹൈപ്പും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒത്തിരി പേരിലേക്ക് സജസ്റ്റ് ആവും കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പുതിയ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കൂ. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ ഷെയർ ചെയ്യണേ മറക്കരുത്. അപ്പോൾ അതേ രാവിലെ എഴുന്നേറ്റു, കുറച്ച് നേരം നമ്മുടെ പുറത്തൊക്കെ എന്ന് നോക്കി നിൽക്കുവാണ്. അപ്പോൾ രാവിലെ ആ ഒരു സൺറൈസ് കണ്ടു കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ പണികൾ തുടങ്ങിയാലാണ് എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ തേങ്ങ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരുപാട് ചിരകി വെക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ പല ബോക്സുകളിലാക്കി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്കെടുത്ത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു നല്ല ടിപ്പായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇന്നിപ്പോൾ ഈ തേങ്ങയാണെങ്കിൽ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കോക്കനട്ട് റൈസാണ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യാനായിട്ട് ഇരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി റെസിപ്പിയൊക്കെ കണ്ട് പഠിച്ച് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. പക്ഷേ ഞാനാണെങ്കിൽ ഈ തേങ്ങ എടുത്ത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ മറന്നുപോയി. അപ്പോൾ അതെന്തായാലും ആമിക്ക് ഇനിയിപ്പോൾ 8 മണിയാകുമ്പോൾ ബസ് വരും. അതിനിടയിൽ എന്തായാലും എനിക്ക് ഈ തേങ്ങ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ലേറ്റായി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഒരു വെജിറ്റബിൾ ബിരിയാണി തന്നെ ചെയ്യാമെന്ന് കരുതി. ഞാനിപ്പോൾ തൽക്കാലം പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് തേങ്ങ ഇട്ട ബോക്സ് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും നമ്മുടെ തേങ്ങയൊന്നും കുതിർന്ന് ഇതായിട്ട് വരാത്ത കാരണം കൊണ്ട് പിന്നെ ഞാൻ ഓർത്തു വെജിറ്റബിൾ ബിരിയാണി തന്നെ ചെയ്യാമെന്ന്. അതൊക്കെ അവിടെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ബിരിയാണിക്കുള്ള റൈസൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ ദേ വന്നിട്ട് കോലം വരയ്ക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രെയറിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ കൾച്ചർ ഒക്കെ ഫോളോ ചെയ്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും പോസിറ്റിവിറ്റിയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കോലമൊന്നും നല്ലതായിട്ട് വരയ്ക്കാനൊന്നും അറിയത്തില്ല, എന്നാലും എന്നെക്കൊണ്ട് അറിയുന്ന രീതിയിലൊക്കെ ഞാൻ വരയ്ക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിരുന്നു സ്റ്റെൻസിൽസ് യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ സ്റ്റെൻസിൽസ് എനിക്ക് യൂസ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം വേറൊന്നും അല്ല, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് വരയ്ക്കുമ്പോൾ കിട്ടുന്നൊരു കാംനെസ് കിട്ടില്ല. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. മാത്രമല്ല അത്രയും സമയം നമുക്കൊന്ന് റിലാക്സ് ആവാനാണ് പറ്റുന്നത്. അപ്പം ഈ കോലമൊക്കെ വരയ്ക്കുന്നതിൻ്റെ പുറകിലുള്ള ശാസ്ത്രവും അതൊക്കെ തന്നെയാണ്. വീട്ടമ്മമാർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ അതേ ഞാൻ രാവിലെ തന്നെ വിളക്ക് വെച്ചിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്ന് വിളക്കൊക്കെ വെച്ചേക്കുന്നത്. അപ്പം ഞാൻ തല കുളിച്ചിട്ടില്ല, കാരണം ബോട്ടോക്സ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഡെയിലി കുളിക്കാറില്ല. അപ്പോൾ 2 ദിവസത്തിലൊരിക്കലാണ് കുളിക്കുന്നത്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് തല കുളിക്കേണ്ട ദിവസമാണ്. പക്ഷേ എന്തായാലും ഇന്ന് എനിക്ക് നല്ല കോൾഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് തല കുളിക്കാതെ ദേഹം മാത്രമാണ് കഴുകിയിട്ട് വന്ന് വിളക്ക് വെച്ചത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വിളക്ക് വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ അപ്പോൾ കിട്ടുന്നൊരു പോസിറ്റിവിറ്റി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വിളക്ക് വെക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് തോന്നുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഒരു മാറ്റം വന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഏത് ജാതിയിലോ ഏത് മതസ്ഥരോ എന്തോ ആയിക്കോട്ടെ, കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് രാവിലെ ഒന്ന് പ്രെയറിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഡേ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര മൈൻഡിന് റിലാക്സേഷനാണ്. അതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു സമയത്ത് ഇതൊന്നും ചെയ്യാതിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ബിഫോർ മാരേജ്
നാട്ടിലായിരുന്നപ്പോഴൊന്നും ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്ന ഒരാളെ അല്ല കേട്ടോ. പിന്നെ ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകും. ഞങ്ങളുടെ വീട്ടിനടുത്തൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, അവിടെ പോകാറുണ്ട്. വീട്ടിൽ വിളക്ക് വയ്ക്കും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങളും ഇപ്പം ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ പണ്ട് ചെയ്തിരുന്നില്ല. പക്ഷേ ലൈഫിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി നമ്മൾ ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കണമെന്നും അല്ലെങ്കിൽ സമയം കണ്ടെത്തണമെന്നും. കാരണം ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ലോകത്ത് നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമുക്ക് പലതരത്തിലുള്ള ടെൻഷനും പ്രഷറും പലതരത്തിലുള്ള ആളുകളുടെ ബിഹേവിയറും കാരണമൊക്കെ കൊണ്ട് നമ്മൾ ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലായിരിക്കും. പ്രത്യേകിച്ച് ഒരു വീട്ടമ്മ, ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരാണെങ്കിൽ ജോലിയുടെ ടെൻഷനും കൂടി അവർ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ പ്രത്യേകിച്ചും കുറച്ച് നേരം ഒന്ന് പ്രേയറിന് ടൈം കണ്ടുപിടിച്ചാൽ വളരെയധികം ആ ഡേ നമുക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വരും. ചിലരെങ്കിലും ചിന്തിക്കുമല്ലേ, ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ രാവിലെ തന്നെ അടുക്കളയിൽ കയറണോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കൂലേ. പക്ഷേ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് ഒന്ന് പ്രെയർ ചെയ്യാനാണെന്ന് ചിന്തിച്ചിട്ട് എഴുന്നേറ്റ് നോക്കിയാൽ അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു മാറ്റം തോന്നും. കുറേ പേര് അങ്ങനെ നമ്മുടെ വീഡിയോസ് കണ്ടതിന് ശേഷം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അപ്പം ഞാനും ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴാണ് എനിക്കും ഇതൊക്കെ ചെയ്യണം എന്ന് തോന്നിയത്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞാനാണെങ്കിൽ ഇതൊക്കെ അങ്ങ് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ രാവിലെ എഴുന്നേൽക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി, മഞ്ഞ് ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റുകൊണ്ടിരുന്ന ഞാൻ എഴുന്നേറ്റത് പിന്നെ 7 മണി 6:30 6:45 അങ്ങനെയൊക്കെ ആയി. ഇപ്പോൾ ഈ ചൂട് തുടങ്ങിയ സമയത്ത് എന്തായാലും നമുക്ക് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റത്തില്ല, ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെ ആയതുകൊണ്ട്. പിന്നെ ഞാൻ ഓർത്തു എന്തായാലും ഇനിയും അങ്ങനെ മടി പിടിച്ചാൽ പറ്റത്തില്ല, ഇത്രയും ദിവസം സുഖമായിട്ട് കിടന്നുറങ്ങിയല്ല എന്ന് കരുതിയിട്ട് എൻ്റെ വീട്ടിലെ പണികളൊന്നും ഞാൻ ചെയ്യാതെ ഒന്നും ഇരിക്കുന്നില്ലായിരുന്നു. എല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും രാവിലെ എഴുന്നേക്കാത്തത് എനിക്കൊരു കുറ്റബോധമായിട്ട് എന്നെ തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നീട് ഇപ്പോൾ റീസെൻ്റായിട്ട് 6 മണിക്ക് എഴുന്നേറ്റത്. അപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റ് രാവിലെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറി വരുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് ഈ സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെജിറ്റബിൾ ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവിടെ തമിഴ്നാട്ടിൽ ഇതിനെ ബ്രിഞ്ചി എന്നാണ് പറയുന്നത്. നമ്മുടെ ചെന്നൈ സ്റ്റൈലിലുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ് ചെയ്യുന്നത്. കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം സൺഡേ ഞാൻ ഈസ്റ്ററിൻ്റെ അന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ടാണ് ഇട്ടിരുന്നത്. 2-3 പേര് എന്നോട് റെസിപ്പി ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഓർത്തു ഇന്ന് ഈ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി പറയാം. അപ്പോൾ എന്തായാലും ഞങ്ങളങ്ങനെ ചിക്കനൊന്നും എപ്പോഴും മേടിക്കാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെജിറ്റബിൾ ബിരിയാണി ചെയ്യുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. വെജിറ്റബിൾസിന് പകരം നിങ്ങൾ ചിക്കൻ ആഡ് ചെയ്താൽ മതി. പിന്നെ ഞാനാണെങ്കിൽ ടീ പൗഡർ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് മീഷോ നിന്ന് എടുത്തു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് കണ്ടിട്ട് 1-2 പേര് എന്നോട് പറഞ്ഞായിരുന്നു അത് അത്ര എയർ ടൈറ്റ് അല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു ചേച്ചിക്ക് കിട്ടിയത് 3 എണ്ണം ഉള്ള സെറ്റാണ് മേടിച്ചത്. അതിൽ 1 എണ്ണം എയർ ടൈറ്റ് അല്ലാന്നും 2 എണ്ണം നല്ല എയർ ടൈറ്റ് ആയിരുന്നു എന്നും പറഞ്ഞു. വേറൊരു സഹോദരി പറഞ്ഞത് കടയിലത്തേക്ക് എന്തോ ആവശ്യത്തിന് മേടിച്ചത് 2ഉം എയർ ടൈറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയത് എങ്ങനത്തെ ആണെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സുകൾ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ അത്ര നല്ല ക്വാളിറ്റിയൊന്നും അല്ല, റേറ്റും ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുത്താൽ മതി. പിന്നെ ഞാൻ എന്തായാലും എടുത്ത സ്ഥിതിക്ക് അതിനെ റിട്ടേൺ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് കേട്ടോ. അത് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അന്നത്തെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അത് പ്ലാസ്റ്റിക് ആണ് എന്നുള്ള കാര്യം. അപ്പോൾ വേറെയും ഒരുപാട് മോഡലുകളൊക്കെ ഇപ്പോൾ ഉണ്ട് ഈ ടീയും ഷുഗറും ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് ഇതിൻ്റെ തന്നെ നമുക്ക് വെജിറ്റബിൾ ബിരിയാണി വെക്കാൻ വേണ്ടുന്ന പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് കേട്ടോ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തത്. നമുക്ക് വേണ്ടുന്നത് സവോള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ബീൻസും ക്യാരറ്റും ആണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ള വെജിറ്റബിൾസ്. പിന്നെ പൊട്ടറ്റോയും, ഇത്രയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് ബിരിയാണി ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ പുതിയ കുക്കറിലാണ് ഇന്ന് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലേവർ ഇല്ലാത്തൊരു ഓയിൽ കേട്ടോ, റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കുക്കർ അത്യാവശ്യം ചൂടായിരുന്നുകൊണ്ടാണ് ആ മസാല ഒന്ന് കരിഞ്ഞതുപോലെ ആയത്. പിന്നെ സവോള ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതൊരു ഏകദേശം ഒരു ടീസ്പൂണോളമൊക്കെ മതി.
പച്ചമുളക് 2 നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് സവോള വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വഴണ്ട് വരട്ടെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണയുടെ ഒപ്പം തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിന്നിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല, ഇല്ലെങ്കിൽ വെറുതെ നെയ്യ് മാത്രം ഇട്ടിട്ടും ചെയ്യാം കേട്ടോ. അത് കുറച്ച് റിച്ചായിട്ട് തോന്നും, നമുക്ക് ഉച്ചയ്ക്ക് ക്ഷീണമൊക്കെ തോന്നും കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓയിൽ മാത്രം ഒഴിച്ചത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത്രയാണ് ചേർക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുളകിനകത്ത് തന്നെ കാശ്മീരി മുളകും കൂടി ചേർത്താണ് അരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് നന്നായിട്ട് വരണം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചേക്കാം. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ചിക്കൻ ബിരിയാണിയാണ് ചെയ്യുന്നതെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെ വെജിറ്റബിൾസിന് പകരം ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതിയെന്നേ ഉള്ളൂ. അപ്പോൾ തക്കാളിയൊക്കെ വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഈ ഒരു ടൈമിലാണ് നമ്മൾ വെജിറ്റബിൾസ് ചേർക്കേണ്ടത്. എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി. മട്ടൻ ആണെങ്കിൽ മട്ടൻ ചേർത്ത് കൊടുക്കാം. എന്ത് ബിരിയാണിയാണോ അതിനുള്ള ആ സംഭവം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള ബാസ്മതി റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൈമ റൈസ് അല്ലെങ്കിൽ ബാസ്മതി റൈസ് എടുക്കാം കേട്ടോ. അപ്പോൾ റൈസ് ചേർത്ത് കൊടുത്താൽ ഒരു 5 മിനിറ്റ് നല്ലോണം ഇതിനകത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കുറവായിട്ട് തോന്നും. അപ്പം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താലാണ് കറക്റ്റായിട്ട് ആ ഒരു ബിരിയാണിയുടെ നല്ലൊരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ. അരി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പും എരിവിന് അനുസരിച്ചിട്ടുള്ള മുളക് പൊടി, ഗരം മസാല, ആ സാധനങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ലെമണിൻ്റെ ഹാഫ് ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മളിത് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒരു വിസിൽ കേൾപ്പിക്കുന്നുള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതിയേ. അപ്പോൾ നമ്മൾ ബിരിയാണി ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വിസിൽ കേൾപ്പിക്കുമ്പോൾ കറക്റ്റായിരിക്കും. നമ്മൾ ചേർത്ത വെള്ളമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ആ അരിയിലൊക്കെ ഒന്ന് പിടിച്ച് കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. എനിക്ക് കുക്കർ ബിരിയാണി ചെയ്യാനേ അറിയാവുള്ളൂ. അപ്പോൾ എനിക്ക് നാട്ടിലത്തെ ബിരിയാണിയൊന്നും ചെയ്യാൻ അറിയത്തില്ല കേട്ടോ. ഇവിടെ ഹസ്ബൻഡിനും മോൾക്കും ഒക്കെ ഇങ്ങനത്തെ ബിരിയാണിയാണ് ഇഷ്ടം. എനിക്കും ഇത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മുടെ കിച്ചണിലുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സമയത്ത് നിങ്ങൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ചെയ്താൽ മതിയേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും. ചിക്കൻ ബിരിയാണിക്കാണെങ്കിൽ ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി. മട്ടനാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ആദ്യം മട്ടൻ ചേർത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ കേൾപ്പിച്ച് മട്ടൻ ആദ്യം വേവിച്ചെടുക്കണം. അതിനുശേഷം ആണ് നിങ്ങൾ വീണ്ടും അരി ഇട്ട് കൊടുക്കേണ്ടത്. ചിക്കനും അരിയും കൂടെ ഒരുമിച്ച് ഇടുന്നത് പോലെ മട്ടൻ ബിരിയാണിക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ രണ്ടാമത് അരി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു വിസിൽ കേൾപ്പിച്ചാൽ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ ഫിഷ് ബിരിയാണിയാണ് ചെയ്യുന്നതെങ്കിൽ റൈസ് ഇതുപോലെ സെപ്പറേറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫിഷ് ഫ്രൈ ചെയ്ത് ഈ ബിരിയാണിയിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം, കുക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ഇപ്പം മുട്ട ബിരിയാണിയാണ് ചെയ്യുന്നതെങ്കിൽ മുട്ട ഇതുപോലെ പ്രത്യേകമായിട്ട് പുഴുങ്ങി എടുത്തിട്ട് മസാലയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ റൈസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുത്തിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല ഈസിയാണ് കേട്ടോ. ഇങ്ങനത്തെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊന്ന് ഈസിയാണ്, സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും. ഒറ്റ വിസിൽ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും. അപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കിയിട്ടു. പിന്നെ ഞാൻ രാവിലെ ജീരക വെള്ളം തിളപ്പിക്കാനായിട്ട് ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് തണുത്തതിന് ശേഷം കുടിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗ്യാപ്പിൽ. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയി പ്രഷറൊക്കെ റിലീസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാസ്മതി റൈസ് ഇന്ത്യ ഗേറ്റിൻ്റെതാണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത്. അപ്പോൾ ആമിക്കാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബിരിയാണിയാണ് വയ്ക്കുന്നതെങ്കിൽ അവൾക്ക് വേറെ കഴിക്കാനൊന്നും ഇഷ്ടമല്ല കേട്ടോ. ബിരിയാണിയെ അവൾ കഴിക്കുകയുള്ളൂ. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ടുള്ളത് ഞാനെടുത്ത് മാറ്റി വെച്ചതാണ്. ആമിക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സിൽ ഞാൻ എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കാണെങ്കിൽ ഈ ഹോൾ സ്പൈസസ് ഒന്നും കഴിക്കാനൊന്നും ഇഷ്ടമില്ല.
പട്ടയും ബിരിയാണി ഇലയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് മാറ്റിയതാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് സൈഡ് ഡിഷിന് എന്തെങ്കിലും ഒരു സാലഡോ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ബിരിയാണിയുടെ കൂടെ കിട്ടുന്നൊരു കത്തിരിക്ക കുഴമ്പുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് ചെയ്തത് ഒരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഒന്നും ഇല്ലെങ്കിലും ഈ ബിരിയാണി കഴിക്കാൻ പറ്റും. ഇന്നിപ്പോൾ ആമിക്ക് ഞാൻ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഒരു മുട്ടയും കൂടെ പുഴുങ്ങിയതോ അല്ലെങ്കിൽ ഓംലെറ്റൊക്കെ വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അവൾക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആമിയുടെ സ്കൂൾ ബസ് വന്നു, അവൾ സ്കൂളിൽ പോയി. പിന്നെ ഞാൻ രാവിലെ തന്നെ തുണികൾ കഴുകാനായിട്ട് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വാഷിംഗ് മെഷീനിൽ കഴുകിയ തുണിയൊന്നും അല്ല, ഞാൻ കൈകൊണ്ട് കഴുകിയതാണ്. അപ്പം അതിൽ ആദ്യം വിരിച്ചേക്കുന്ന തുണി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, കഴിഞ്ഞ ദിവസം ഞാൻ മീഷോന്ന് മേടിച്ചൊരു തുണിയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, ബ്ലൂ കളർ, അതാണ് വിരിച്ചിട്ടേക്കുന്നത്. അതൊന്ന് കഴുകിയതിന് ശേഷമാണ് ഞാൻ ഇടാനായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റും നമ്മൾ മീഷോയിൽ നിന്ന് എടുത്തതാണ്. ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കഴുകിയിട്ട് യൂസ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സ്പോഞ്ച് പോലാണ് ഇരിക്കുന്നത്, നല്ല പഞ്ഞി പോലത്തെ ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ കുറച്ച് നേരം ടെറസിൻ്റെ മേലേക്ക് നിന്നു. അപ്പോൾ നല്ല വെയിലാണ്, അത്യാവശ്യം നല്ല ചൂടുള്ള സമയമാണ് ഇപ്പോൾ ഇവിടെ ചെന്നൈയിൽ. അത് കഴിഞ്ഞിട്ട് താഴെ വന്നിട്ട് ഞാനാണെങ്കിൽ രാവിലെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. ആമിയാണ് സാധാരണ എപ്പോഴും വെള്ളം ഒഴിക്കുന്നത്. പക്ഷേ ഇന്നാണെങ്കിൽ അവൾക്കും സമയം കിട്ടിയില്ല, ഞാനും മറന്നുപോയി. അങ്ങനെ പിന്നീട് വന്നിട്ട് ഒരു 9 മണിക്ക് ശേഷമാണ് വന്നിട്ട് ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചെടികളാണെങ്കിൽ അത്യാവശ്യം ഉഷാറായിട്ട് നിൽപ്പുണ്ട്. കുറച്ച് ചെടികളാണെങ്കിൽ നമുക്ക് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഗാർഡനൊക്കെ ഉണ്ടോ? ഒരുപാട് ചെടികളൊക്കെ വെക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? ഗാർഡനിങ് ഇഷ്ടമാണോ? ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേട്ടോ. ഇതുവരെ നിങ്ങൾ ആരും ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വീടിൻ്റെ ഒരു മൂലയ്ക്കെങ്കിലും 1-2 ചെടികളെങ്കിലും വെച്ച് പിടിപ്പിച്ച് നോക്കേട്ടോ. ഇതൊരു നല്ലൊരു സുഖമുള്ളൊരു ഏർപ്പാടാണ്. അപ്പോൾ എനിക്ക് ഈ ബോറടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൈൻഡ് ഒക്കെ അല്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ ചെടിക്കുട്ടന്മാരെയൊക്കെ കാണാൻ വരും. അപ്പോൾ ഇത് വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്ത ചെടികളാണ്. ഇതൊക്കെ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് വേണമെങ്കിൽ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകണമെങ്കിൽ പോകാം. കാരണം ഒരുപാട് മെയിൻ്റനൻസ് ഇല്ലാത്ത ചെടികളാണ്. പർപ്പിൾ ഹാർട്ടും അതുപോലെ തന്നെ 10 മണിയും പിന്നെ ടേർട്ടിൽ വൈനുമാണ് എൻ്റെ അടുത്ത് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് ബാൽക്കണിയിൽ വെക്കാൻ പറ്റിയ ചെടികളാണ്. പിന്നെ നമ്മുടെ പുതിന ചെടി അത്യാവശ്യം നല്ലോണം തന്നെ വളർന്നു വന്നിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നത് നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നട്ടുപിടിപ്പിച്ചൊരു സാധനം എപ്പോഴും, പ്രത്യേകിച്ച് ഈ ഭക്ഷണ യോഗ്യമായിട്ടുള്ള സസ്യങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ, വെജിറ്റബിൾസൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്കത് കാണുന്തോറും സന്തോഷം തോന്നും അല്ലേ. അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ വന്ന് ബാൽക്കണിയിൽ കുറേ നേരം നിന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ വന്ന് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ വന്നിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഇതൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടി. മിക്കവാറും ഷോർട്സ് വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ഇടാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ പുതിന ചെടിയോടാണ് എനിക്കിപ്പോൾ സ്നേഹം കൂടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പുതിന അടിപൊളിയായിട്ട് വളരുന്നുണ്ട്. ഇതിനിടയിൽ 2-3 ചീരത്തൈകളും വന്നിട്ടുണ്ട്. ചീരയൊന്നും പൊട്ടിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അതിന് മുന്നേ തന്നെ നമ്മുടെ പുതിന ചെടി അതിൽ നിന്നങ്ങ് വളരുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ പുതിന ചെടിയുടെ ഹാർവെസ്റ്റിംഗ് ഒക്കെ ഉടനെ ഉണ്ടായിരിക്കും കേട്ടോ. ഒരുപാടുള്ളത് പോലെയാണല്ലേ ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും ഇത്തിരി ആണെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിച്ചൊരു സാധനത്തിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കുക കേട്ടോ. ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ചെടികൾ വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ഗാർഡനിൽ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. നമ്മുടെ ഗാർഡൻ കാണാൻ ഇഷ്ടമുള്ള കുറേ പേരുണ്ട് നമ്മുടെ ഈ ചാനലിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നോട് ചിലരൊക്കെ പറയും, ചേച്ചി ഗാർഡനൊക്കെ കാണിക്കണം, ഇടയ്ക്ക് അവിടെ വന്ന് സൺറൈസും അതിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ എനിക്ക് കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഡെയിലി വന്ന് നിൽക്കുന്നൊരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഈ ഗാർഡനിലാണ്, ഈ ബാൽക്കണിയിലാണ് കേട്ടോ. ചുമ്മാ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ അതൊരു നല്ലൊരു ഫീലിംഗ് ആണ്, ഇവിടെ വന്ന് വെറുതെ ഇങ്ങനെ നിൽക്കുന്നത്. മൈൻഡ് റിലാക്സ് ആവും. പിന്നെ അങ്ങനെ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം വന്നിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് ആണ് ഉണ്ടാക്കിയത്. ആമിക്ക് ഞാൻ പറഞ്ഞില്ലേ ബിരിയാണിയാണ് അവൾക്ക് കൊടുത്തു വിട്ടതെന്ന്. അപ്പം ഞാനും ഹസ്ബൻഡും ഓട്സ് ആണ് കഴിക്കുന്നത്. ഉപ്പിട്ട് ഓട്സ് കഞ്ഞിയായിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് റുട്ടീൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചാൽ ലെങ്ത് കൂടി പോവും. അപ്പോൾ ബാക്കി ഇനി കുറേ പ്രൊഡക്റ്റീവായിട്ടുള്ള കുറേ ജോലികൾ ചെയ്തിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അത് ഫ്രൈഡേ വ്ളോഗിൽ ഞാൻ ഉറപ്പായിട്ടും കാണിക്കാം. അപ്പോൾ ഫ്രൈഡേ വരുന്ന വ്ളോഗിൽ ബാക്കി നമ്മുടെ റുട്ടീനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.